ബെഞ്ചമിൻ നെതന്യാഹു നേതൃത്വം നൽകുന്ന ഇസ്രായേൽ സർക്കാർ ഇറാൻ, അമേരിക്ക തമ്മിലുള്ള വെടിനിർത്തൽ ശ്രമങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായി വ്യക്തമാക്കി. എന്നാൽ ഈ വെടിനിർത്തൽ ധാരണയുടെ പരിധിയിൽ ലെബനൻ ഉൾപ്പെടില്ലെന്നും ഹിസ്ബുള്ളക്കെതിരായ സൈനിക നടപടികൾ തുടരുമെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ നിലപാട് പ്രകാരം യഥാർത്ഥ വെടിനിർത്തൽ നിലവിൽ വരണമെങ്കിൽ ഇറാൻ ഉടൻ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കണം. കൂടാതെ അമേരിക്കയോടും ഇസ്രായേലിനോടും മറ്റു രാജ്യങ്ങളോടും നടത്തുന്ന എല്ലാ ആക്രമണങ്ങളും പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇറാൻ ഇനി ആണവായുധ വികസനത്തിലൂടെയോ മിസൈൽ ശേഷിയിലൂടെയോ ഭീഷണി ഉയർത്തില്ലെന്ന ഉറപ്പ് നൽകേണ്ടതുണ്ടെന്നും ഇസ്രായേൽ കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങൾക്ക് തങ്ങൾ പിന്തുണ നൽകുന്നുവെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഇറാൻ ഹോർമോസ് തുറന്നു തരികയും US ഇസ്രായേൽ മേഖലയിലെ മറ്റു രാജ്യങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ 2 ആഴ്ചത്തേക്ക് ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനത്തെ ഇസ്രായേൽ പിന്തുണയ്ക്കുന്നു എന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചത്. ഇറാൻ US വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വാദങ്ങളെ തള്ളുന്ന നിലപാടാണ് നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത്. ലെബനനിലടക്കം വെടിനിർത്തൽ കരാർ ഉടനടി പ്രാബല്യത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഷഹബാസ് ഷെരീഫ് അറിയിച്ചിരുന്നത്. അതേസമയം ഇറാൻ USന് മുന്നിൽ വെച്ച ഉപാധികളിൽ ലെബനനിലെ ആക്രമണവും അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇതുവരെ 1530 പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ സൈനിക നടപടികൾ 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിൽ താൽക്കാലികമായി സമാധാന പ്രതീക്ഷകൾ ഉയർന്നു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നത് അമേരിക്കയുടെ പ്രധാന ആവശ്യമാണെന്ന് വ്യക്തമാകുന്നു. ഈ വ്യവസ്ഥ പാലിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് വെടിനിർത്തൽ തുടരുമെന്ന് അമേരിക്ക അറിയിച്ചു. വെടിനിർത്തലിന് പകരമായി ഇറാൻ 10 പ്രധാന ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നീക്കം ചെയ്യുക, വിദേശ ബാങ്കുകളിൽ മരവിപ്പിച്ചിരിക്കുന്ന സാമ്പത്തിക വിഭവങ്ങൾ വിടുതൽ നൽകുക, യുദ്ധത്തിൽ തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ സഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉൾപ്പെടുന്നു. ഈ സമാധാന ശ്രമങ്ങളിൽ മധ്യസ്ഥത വഹിക്കുന്നത് ഷഹബാസ് ഷെരീഫും അസിം മുനീറുമാണ്. വെടിനിർത്തൽ കാലയളവിൽ ഇസ്ലാമാബാദിൽ നിന്ന് അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ നടക്കാനിടയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിൽ വൈകിയാൽ ശക്തമായ സൈനിക നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് ട്രംപ് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അതിന് പിന്നാലെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം വന്നത്. ഒരു വലിയ പ്രാദേശിക യുദ്ധം ഒഴിവാക്കുകയാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കില്ലെന്ന ഉറപ്പും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ വെടിനിർത്തൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ജാഗ്രതാ നിലപാട് തുടരുന്നതായി ഇറാന്റെ പരമോന്നത സുരക്ഷാ കൌൺസിൽ അറിയിച്ചു. ഏത് സാഹചര്യത്തെയും നേരിടാൻ സൈന്യം സജ്ജമാണെന്നും അവർ വ്യക്തമാക്കി. ഈ വാർത്ത പുറത്തു വന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തി. യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ യുദ്ധത്തിൽ സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ ജനതയുടെ പോരാട്ട വീര്യമാണ് അമേരിക്കൻ സയനിസ്റ്റ് ശത്രുവിനെ തുരത്തിയതെന്ന് ഇറാന്റെ ദേശീയ സുരക്ഷാ കൌൺസിൽ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇറാൻ മുന്നോട്ട് വെച്ച 10 പദ്ധതി അംഗീകരിച്ചാണ് നിലവിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇറാനിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ കവർന്ന ശത്രുക്കൾ 1 മാസമായി വെടിനിർത്തലിനായി കെഞ്ചുകയായിരുന്നു. ഈ വിജയം ജനങ്ങളുടേതാണെന്നും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു അന്ത്യശാസനവും ഒരു ഘട്ടത്തിലും ഇറാൻ വകവച്ചിട്ടില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇറാനിലെ ജനങ്ങൾക്ക് സദ്വാർത്തയുണ്ടെന്നും യുദ്ധത്തിലെ ഇറാന്റെ എല്ലാ ലക്ഷ്യങ്ങളും സാധിച്ചുവെന്നും നിങ്ങളും നിങ്ങളുടെ ധീരന്മാരായ മക്കളുമാണ് ചരിത്രം എഴുതിയതും എന്നേക്കുമുള്ള തോൽവികളിലേക്ക് ശത്രുവിനെ തള്ളിയിട്ടതെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ മുന്നോട്ട് വെച്ച 10 പദ്ധതിയിലെ സുപ്രധാന വ്യവസ്ഥകൾ US അംഗീകരിച്ചു. ഇതനുസരിച്ച് ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ സൈന്യത്തിന്റെ കൂടി നിയന്ത്രണത്തിലാകും. ഇറാനിൽ മാത്രമല്ല ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലയിലും USഉം ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം. എല്ലാ പ്രാദേശിക വ്യോമതാവളങ്ങളിൽ നിന്നും US പിന്മാറണം. ഇറാന്റെ അധികാരത്തിന് കീഴിൽ ഹോർമൂസിൽ സുരക്ഷിത പാതയൊരുക്കും എന്നിവയാണവ. യുദ്ധത്തിൽ അമേരിക്ക നിലംപരിശായെന്നും അധാർമികവും നിയമവിരുദ്ധവും കുറ്റകരമായ യുദ്ധമാണ് ഇറാനിലെ ജനങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയതെന്ന് ദേശീയ സുരക്ഷാ കൌൺസിൽ പറയുന്നു. നിലവിലെ കരാർ അനുസരിച്ച് ഇറാനുമേൽ US ഏർപ്പെടുത്തിയ നേരിട്ടുള്ള ഉപരോധവും ഇറാന്റെ സഖ്യകക്ഷികൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധവും പിൻവലിക്കും. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം US അംഗീകരിക്കുകയും ഹോർമൂസിലെ ആധിപത്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ ദേശീയ സുരക്ഷാ കൌൺസിൽ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.